ജനവേദി സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ മേഖലകളിലെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരളത്തിലുടനീളം ആരോഗ്യ മേഖലയ്ക്കുണ്ടായ പിഴവിന്റെ ഇരകളെ ഒരുമിച്ച് അണിനിരത്തിയാണ് ആലുവയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. തുടർ ചികിത്സ ഉറപ്പുവരുത്തി എന്ന് പറയുന്നതല്ലാതെ കണ്ട് ഇതുവരെ ഔദ്യോഗികമായിട്ട് ആരോഗ്യ വകുപ്പിൽ നിന്ന് എനിക്ക് യാതൊരുവിധ അറിയിപ്പ് കിട്ടിയിട്ടില്ല. ഞാനും എൻ്റെ ഫാമിലിയും അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം, ഞാനും എൻ്റെ വൈഫും ആ കുഞ്ഞും 4 ചുവരുകൾക്കുള്ളിൽ അടങ്ങിയിരിക്കുകയാണ്. പലതവണ പല അധികാരികളോടും പറഞ്ഞുമടുത്ത വാക്കുകളാണിത്. ആലപ്പുഴ കടപ്പുറം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലാണ് ഗുരുതര വൈകല്യങ്ങളോടെ കുഞ്ഞ് ജനിച്ചത്. സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനയിൽ കുഞ്ഞിന്റെ വൈകല്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കുഞ്ഞിന്റെ തുടർ ചികിത്സയെ സംബന്ധിച്ച ഉറപ്പുകൾക്കും യാതൊരു ഉറപ്പുമില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ അർഷീനയുടെ നിയമ പോരാട്ടം ഇന്നും തുടരുകയാണ്. ഇപ്പോഴും ആരോഗ്യമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല. അതിനുശേഷം വാക്ക് പാലിക്കാത്തത് കൊണ്ട് തന്നെ നീതി ലഭിക്കൂല എന്ന് ഉറപ്പായപ്പോൾ തെരുവിൽ സമര രംഗത്തേക്കൊക്കെ ഇറങ്ങി 110 ദിവസത്തോളം സമരത്തിലൊക്കെ മെഡിക്കൽ കോളേജിന് മുന്നിലിരുന്നു. ആരോഗ്യമന്ത്രി വന്ന് സമരപന്തലിൽ വന്ന് കെട്ടിപ്പിടിച്ച് ഹർഷീനക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് പറഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ഇത്രയും വാക്കിന് വിലയില്ലാത്ത ആളാണോ ആരോഗ്യമന്ത്രി? നമ്മളെപ്പോലുള്ളവരോട് സംവാദത്തിന് വരട്ടെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിന് മറുപടി തരാനുള്ള ഒരു ഇത് മന്ത്രി കാണിക്കണം എന്നുള്ളതാണ്. അമ്മയുടെ മരണകാരണം തേടിയിറങ്ങിയ ഒരു മകളാണ് സുചിത്ര. ആസ്പിറേഷൻ ന്യൂമോണിയായി ഞങ്ങളെ അറിയിച്ചു. അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ആഹാരം കൊടുത്ത് ശ്വാസകോശം പോയി എന്ന് വെച്ചാൽ ICUലാണ് സംഭവം. പിന്നെ അവിടുന്ന് സീരിയസ് ആയി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ഡോക്ടർ ആൾമാറാട്ടം വരെ നടത്തി. റയൽസ് ട്യൂബ് ഇട്ടിട്ടാണ് സെൻറ്റ് ജെയിംസുകാർ വിട്ട്. ഇവിടെ ഒരു ദിവസം മൊത്തം ശ്വാസകോശം ഊരി മാറ്റിയില്ല. സ്കാനിങ് റിപ്പോർട്ട് വരുന്നു, മരണപ്പെട്ടു. കേസ് നടക്കുകയാണ്. ഇപ്പോൾ റൂറൽ ക്രൈം ബ്രാഞ്ചാണ് അന്വേഷണം നടക്കുന്നത്. ഇവർക്ക് വേണ്ടി എല്ലാ നിയമസഹായങ്ങളും നമ്മളിപ്പോൾ പരാതി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളടുത്ത് ഒരുപാട് അഡ്വക്കേറ്റുമാരുണ്ട്, ഡോക്ടർമാരുണ്ട്. ഞങ്ങൾ ഡോക്ടർമാർക്കെതിരല്ല, ഞങ്ങൾ IMAക്കെതിരല്ല. പക്ഷേ ഞങ്ങൾ ചികിത്സാ പിഴവ് സംഭവിക്കുന്ന ഡോക്ടർമാർക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ സർക്കാരിന് ഇവയെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങൾ. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു പിടിക്കാനാകില്ല. ആരോഗ്യമേഖലയിലെ അനാസ്ഥകൾ ഇല്ലാതാകണം. ഭരിക്കാനറിയില്ലെങ്കിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണം. ഇവരുടെ നിയമ പോരാട്ടങ്ങളും സമരങ്ങളും തുടരും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.